everyone, welcome back to my channel. എൻ്റെ പേര് ഭാവന. സോ ആഫ്റ്റർ സോ ലോങ് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോ ആയ ഡേ ഇൻ മൈ ലൈഫ് ആസ് എൻ HR ദുബായ് എഡിഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്ത് വീഡിയോ ആണ് ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ദുബായിലാണ്. ഇവിടെ ഞാനൊരു അഡ്വർടൈസിങ് കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ജാനിലാണ് വന്നത്. ഏകദേശം ഒരു 7 months ആയി. ഈ 7 monthsൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ കൂടെ പഠിച്ചവരുടെ ഭാഗത്തു നിന്നായാലും എൻ്റെ സോഷ്യൽ മീഡിയയിലായാലും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെ ദുബായിൽ ജോലി കിട്ടി? ദുബായിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? എങ്ങനെയാണ് വരേണ്ടത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ അല്ലാതെ പേഴ്സണലായിട്ടും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് ലൈക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇത് കുറച്ചും കൂടെ വൈഡ് ഒരു ഓഡിയൻസിൽ എത്തുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ആസ് എൻ HR എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾ ഏത് വിസയിൽ വരണം, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെ വേണം, എങ്ങനെയാണ് എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്, പിന്നെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു കുട്ടി കരിയർ പാത്ത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ MBA കഴിഞ്ഞതാണ്, MBA in HR കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിലിൽ ടീം മാനേജർ ആൻഡ് കോച്ചായിട്ടായിരുന്നു കിട്ടിയത്. അവിടെ ഞാൻ 5 months വർക്ക് ചെയ്തു. അവിടെ നിന്ന് പോരാൻ കാര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ എനിക്കവിടെ പ്രോപ്പർ HR റോൾ ആയിരുന്നില്ല. എനിക്കാണെങ്കിൽ പ്രോപ്പർ HR റോൾ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ആ കുറച്ച് റീസൺസ് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ നാട്ടിൽ നിന്ന് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ദുബായിലേക്ക് തന്നെ ഡയറക്റ്റ് റെസിഡൻസി വിസ എടുത്തിട്ടാണ് വന്നത്. എൻ്റെ അച്ഛൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഞാൻ വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ 5 months ആയി ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കുട്ടി കരിയർ സ്റ്റോറി. ഇനി ഞാൻ വിസേനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് റെസിഡൻസി വിസയിൽ വരാം, അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വരാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസയിലും വരാം. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ ഏതെങ്കിലും ഏജൻസി വഴി ദുബായിൽ ജോലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏജൻസിക്ക് ഒബ്വിയസ്ലി ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഏജൻസിക്കാർ എംപ്ലോയറിൻ്റെ അടുക്കുന്ന, അതായത് കമ്പനീൻ്റെ അടുക്കുന്ന വാങ്ങുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത എംപ്ലോയ്മെൻറ്റ് വിസയിൽ നിങ്ങൾക്ക് വരാം. സോ ഈ കുറച്ച് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ കയ്യിൽ നമ്മൾക്ക് വിസ ഓപ്ഷൻസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെസിഡൻസി വിസയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസ 2 മാസം 1 മാസം അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. സോ 2 മാസത്തിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വേറൊരു GCC കൺട്രി പോയി കുറച്ച് നിന്ന് പിന്നെയും വന്ന് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെസിഡൻസി വിസയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ സ്പൗസ് വിസയിൽ വരാം, അല്ലെങ്കിൽ പാരൻ്റൽ വിസയിൽ വരാം. ഇപ്പം ഞാൻ വന്നത് എൻ്റെ അച്ഛൻ്റെ വിസയിലാണ്. സോ ഈ ഒരു ഓപ്ഷനാണുള്ളത്. അതാകുമ്പോൾ നിങ്ങൾക്ക് 2 years ആണ് അതിൻ്റെ ഇത് പറയുന്നത്. സോ അതിനിടയിൽ നിങ്ങൾക്ക് സാവകാശം നല്ല രീതിയിൽ ജോലി നോക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എന്താണ് നിങ്ങളുടെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ റെസിഡൻസി റെസിഡൻസി വിസയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ഏത് കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് വിസ എടുക്കുന്ന സമയത്ത്, എംപ്ലോയ്മെൻറ്റ് വിസ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർ ആ വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവരവരുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ നിങ്ങൾ റെസിഡൻസി വിസയിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് ലേബർ കാർഡ് അടിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് അത്രയും പൈസ അവർക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് റെസിഡൻസി വിസ നല്ലൊരു ഓപ്ഷനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ വിസിറ്റ് വിസ ആണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ റെസിഡൻസി വിസയിലും നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് വിസയിലോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. എനിവേ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. സോ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്.
വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ എത്ര നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താലും നിങ്ങളുടെ CV-യിൽ ഈ ദുബായ് നമ്പർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് UAE GCC നമ്പർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ വിളിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പം ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരുപാട് കമ്പനിക്ക് ഞാൻ ദുബായിൽ അപ്ലൈ ചെയ്തു, പക്ഷെ എനിക്ക് ഒരു സ്ഥലത്തൊന്നും വിളി വന്നില്ല. പിന്നെ എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ വഴി ഒരുപാട് ശ്രമിച്ചതായിരുന്നു ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത്. പക്ഷെ ഇവിടെ അത് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. പകരം എന്താണ് അവർ പറഞ്ഞത്, നിങ്ങളുടെ മകള് ദുബായിലേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ആ ഒരു കേസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്നും ഇവിടെ വന്നിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെയുള്ളൊരു ഏറ്റവും ഈസിയസ്റ്റ് വേ ജോബ് കിട്ടാനുള്ളതാണ് റെഫറൽസ് റെക്കമെൻഡേഷൻ. നിങ്ങൾക്ക് സ്ട്രോങ് റെക്കമെൻഡേഷൻ ഉണ്ട് കമ്പനീസിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പം അതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വർക്കാവുന്നതും റെക്കമെൻഡേഷൻസ് ആണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്, ടു ബി ഓണസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചോദിക്കും. ഇവിടെ എംപ്ലോയേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് എക്സ്പീരിയൻസ്, UAE എക്സ്പീരിയൻസ്. നിങ്ങൾ നാട്ടിൽ ഇനി 1 വർഷം 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇങ്ങോട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ആ എക്സ്പീരിയൻസ് ഒരുപാട് അങ്ങോട്ട് കൺസിഡറേഷനിൽ എടുക്കില്ല. അവർക്ക് UAE എക്സ്പീരിയൻസ് ആണ് ഇവിടെ ആവശ്യം. അപ്പം നിങ്ങൾ ഇവിടെ ആദ്യം വന്ന് ഒരു ജോബ് നോക്കി, ഒരു ജോബ് സെറ്റാക്കി, ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ആക്കി, പിന്നീട് നിങ്ങൾ കുറച്ചും കൂടെ നല്ലൊരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏജൻസി വഴി നിങ്ങൾ നാട്ടിൽ നിന്ന് നോക്കൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അവരെന്തായാലും നിങ്ങളുടെ അടുക്കുന്ന എന്തായാലും ഒരു എമൗണ്ട് മേടിക്കും. പക്ഷെ അതുവഴി പോവുകയാണെങ്കിലും നിങ്ങൾക്കൊരു ജോബ് കിട്ടും. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അവർ ഇപ്പോൾ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ നെവർ ഗോ ഫോർ ദാറ്റ്. അതൊരു ചെറിയൊരു സ്കാമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസും ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ്. വൺസ് യു റീച്ച് ഹിയർ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾസ് കിട്ടി എന്നാണെങ്കിൽ, ഇവിടെ ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പാട്. ഇവിടെ നിങ്ങൾക്ക് വൺസ് യു ഗോട്ട് ആൻ ഇൻ്റർവ്യൂ കോൾ ആൻഡ് യു സ്റ്റാർട്ട് അറ്റൻഡിങ് ഇൻ്റർവ്യൂസ്, ദെൻ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻ്റർവ്യൂ കോൾസ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടും, ഒരുപാട് ഇൻ്റർവ്യൂ കോൾസ് കിട്ടും. ആ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻ്റർവ്യൂ കോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. നിങ്ങൾ ചിലപ്പോൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു കോൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് നെവർ ഗെറ്റ് ഡിമോട്ടിവേറ്റഡ് ബൈ ദോസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, അത് കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ്. ഇവിടെ എന്താ വെച്ചാൽ, ഇവിടെ അത്രയും കോമ്പറ്റീഷനാണ്. ഇവിടെ ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുവാണ്, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആൾക്കാർ ഇവിടെ ATS ഫ്രണ്ട്ലി റെസ്യൂമേഴ്സ് ആണ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ATS ഫ്രണ്ട്ലി റെസ്യൂമേ ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ ഓരോ ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ച് ആയിട്ടുള്ള റെസ്യൂമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇൻഡീഡ് ആൻഡ് ലിങ്ക്ഡിൻ. ഈ 2 പ്ലാറ്റ്ഫോംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇൻഡീഡിൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ ഇവിടെ ജോബ്സിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ്സ് പോസ്റ്റ്സ് കാണാം. ആ ജോബ് പോസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ HR-ൻ്റെ കോൺടാക്റ്റ് നിങ്ങൾക്ക് കാണാം. സോ ആ HR-ൻ്റെ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ ചില സമയത്ത് നമ്മൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾക്ക് അവിടെ ഉണ്ടാവും ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളതിൽ ഒരു മെസ്സേജ് ഇടുക. പിന്നെ അവർ തന്നെ അവരുടെ പേജിൽ അവരുടെ കമ്പനിയുടെ ഓപ്പണിങ്സും അവരുടെ മെയിൽ ID-യും അവിടെ കൊടുത്തിട്ടുണ്ടാകും. നെക്സ്റ്റ് ഓപ്ഷനാണ്, നിങ്ങൾ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ അടിച്ചു നോക്കുവാണെങ്കിൽ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റിക്രൂട്ടറുടെ പ്രൊഫൈൽ കാണാം. ഈ
റിക്രൂട്ടർ ഒരുപാട് ജോബ് പോസ്റ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ ഇഫ് യു ആർ ഫോളോയിങ് ഹെർ ആസ് വെൽ ആസ് മീ. ഞാൻ ഒരുപാട് റീപോസ്റ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പണിങ്സ് എൻ്റെതിലായാലും ഈ റിക്രൂട്ടറുടെ പേജിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് മെയിൽ IDസും കമ്പനി പ്രൊഫൈൽസും ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് ഇതിലേക്ക് എല്ലാത്തിലും ഒരു കോൾഡ് മെയിൽ അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ChatGPTയുടെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾഡ് മെയിൽസ് അയക്കാം. ഒരുപാട് കോൾഡ് മെയിൽസ് അയക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം കുറേ കോൾഡ് മെയിൽസിന് കുറച്ച് റെസ്പോൺസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. നെക്സ്റ്റ് നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സിൻ്റെ മെയിൽ ID കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. സെർച്ച് ബാറിൽ പോയിട്ട് ജോബ്സ് ഇൻ ദുബായ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് ജോബ് പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് അവരുടെ മെയിൽ IDസോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അതിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിക്രൂട്ടേഴ്സിൻ്റെ പ്രൊഫൈൽസ് ഇവിടെ കിട്ടും. അതിൽ ഓരോ നിങ്ങളുടെ ഡൊമെയിൻ എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഇൻഡസ്ട്രി എടുത്ത് അതിലുള്ള റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജേഴ്സിൻ്റെ മെയിൽ IDയിലേക്ക് നിങ്ങൾ കോൾഡ് മെയിൽ അയക്കാം. പിന്നെ മാക്സിമം റെഫറൽസ് ഉണ്ടാക്കാൻ നോക്കുക. ആ ഒരു വഴിയും നിങ്ങൾക്ക് ജോബിന് ഇൻ്റർവ്യൂ കോൾസ് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ ഇൻ്റർവ്യൂസൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് വഴിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരുപാട് റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസ്, അങ്ങനെ ഒരുപാട് സ്ട്രെസ്ഫുൾ റൗണ്ട്സ് ഉണ്ടാവാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇൻ്റർവ്യൂസൊക്കെ മച്ച് ഈസിയർ ആണ്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്, നിങ്ങൾ മൾട്ടിലിംഗ്വൽ ആണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ HR ആണ്, മാർക്കറ്റിംഗ് ആണ്, ഫിനാൻസ് ആണ്, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പോണ വർക്കിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ക്രാക്ക് ദ ഇൻ്റർവ്യൂ. അതാണ് ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂസ് ആർ മച്ച് ഈസിയർ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് മെയിൻലി നമുക്കിവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദ ഇൻ്റർവ്യൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഏത് ഏരിയയിലാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഓരോ ജോബിനും ഓരോ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇവിടെ ജോബ് ഓപ്പണിങ്സും സ്കോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് പൊതുവേ തോന്നിയത് ഇവിടെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിനൊക്കെ ഒരുപാട് വേക്കൻസീസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അക്കൗണ്ടൻറ്റ്, HR ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് HR റോളിന്. ഫ്രഷേഴ്സിന് പൊതുവേ HR റോളിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ സാലറി ഭയങ്കര കുറവായിരിക്കും ഫ്രഷേഴ്സിന് കിട്ടുന്നുണ്ടെങ്കിൽ. അതൊരു കൺസേൺ ആണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു റോളാണ് അഡ്മിൻ പൊസിഷനിലേക്ക് ഒരുപാട് വേക്കൻസീസ് വരാറുണ്ട്. ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ജോബ് തരാൻ വേണ്ടി റെഡി ആയിരിക്കും നിങ്ങൾക്ക് ഫ്രഷേഴ്സിന്, പക്ഷേ അവർ സാലറി വളരെ കുറച്ചായിരിക്കും അവർ തരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഒത്തിരി സാലറി കുറവല്ലെങ്കിൽ നിങ്ങൾ ആ ജോബ് ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങൾ ആ ജോബ് ഫസ്റ്റ് എടുക്കണമെന്നേ ഞാൻ പറയൂ. കാരണം നിങ്ങൾ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് നിങ്ങൾ പിന്നീട് ഷിഫ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും 4-5 ഒക്കെ കിട്ടുന്നതാണ് അങ്ങനെ. പക്ഷേ ഇവിടെ 2-5 ആയിരിക്കും മിക്കപ്പോഴും. കുറച്ച് ഇപ്പോൾ അക്കൗണ്ടൻറ്റ് പൊസിഷനാണെങ്കിലും ഏതെങ്കിലും ഒരു റോളിനാണെങ്കിലും അവർ 2-5 to 3-5 അതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുക ഇവിടെ. പിന്നെ അഗെയിൻ അതും കമ്പനി സ്പെസിഫിക് ആണ്. ചില കമ്പനിക്ക് ഫിക്സഡ് ആയിട്ടുള്ള സാലറി റേഞ്ച് ഉണ്ടാവും. അതിൽ കുറഞ്ഞതൊന്നും അവർ കൊടുക്കില്ല. അതും ലക്ക് ബേസിസ് ആണ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് 60% നിങ്ങളുടെ ഹാർഡ് വർക്കും ബാക്കി 40% നിങ്ങളുടെ ലക്കും തന്നെയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഡോക്യുമെൻറ്റ്സും അറ്റസ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഞാൻ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. എന്താ വെച്ചാൽ അത് അത്യാവശ്യം പറയാനുണ്ട്. ഇപ്പം തന്നെ ഇത് അത്യാവശ്യം വലിയൊരു ലോങ് വീഡിയോ ആയെന്ന് എനിക്ക് തോന്നുന്നു. സോ എല്ലാവർക്കും ദുബായിൽ ജോലി വാങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ജോലി കിട്ടട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വേറെ പുതിയ പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ഭാവന സൈനിങ് ഓഫ്. ബൈ.